ഇതുകൊണ്ട് തന്നെയല്ല ഇസ്ലാമിൽ സ്ത്രീകൾ തനിച്ച് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അനുഭവം വരാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം കുറേ ആൾക്കാർ കുരുപൊട്ടിയിട്ട് വരും. അതെങ്ങനെയാണ് അങ്ങനെ സ്ത്രീകൾക്ക് ഒറ്റക്ക് പോയിക്കുക? നിങ്ങൾ പോയിക്ക് പോയി. പക്ഷേ ഇസ്ലാമിലൊന്ന് പറഞ്ഞിട്ടുണ്ട്, യാത്ര ഒറ്റക്ക് നിങ്ങൾ ചെയ്യരുതേ എന്ന്. എന്തുകൊണ്ട്? കാണുക വീഡിയോ. ജോർദാനിലേക്ക് യാത്ര പോയിട്ടാകുമ്പോൾ ജന്ന ജാസ്മിന് ഉണ്ടായ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നിപ്പോയി. നിങ്ങൾ കേൾക്കൂ ഈ വാക്കുകൾ. മനസ്സിലാവും എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത്. അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കൺട്രി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അറിയാത്ത ഭാഷകളായിരുന്നു, എന്നിരുന്നാലും സേഫ് ആയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കൺട്രിയിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറെയൊക്കെ നമ്മളെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആയാൽ തന്നെ നമ്മളത് കാണാതെ വിടും. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ കൂടെ ഉണ്ടാവും, നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോ എനിക്ക് അറിയില്ല എങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. ആ സമയത്ത് ഞാൻ എന്റെ മാനത്തിനേക്കാളും എന്റെ ജീവനാണ് വാല്യൂ കൊടുത്തത്. കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് മാനത്തിനേക്കാളും വലുത് ജീവൻ തന്നെയാണ്. എനിക്ക് അന്നേരം അങ്ങനെയാ തോന്നിയത്. എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്താന്നുള്ളത്. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. കുറെ ആളുകളൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ലേഡീസ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആളും പേരും അറിയാത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒരാളെയും വിശ്വസിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാനിപ്പോ പറയുന്നത്. കാരണം അത്യാവശ്യം ധൈര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ ലൈഫിൽ എന്താ നടക്കണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ മാക്സിമം കരയാതെ, ഇതുവരെയും ഞാൻ എവിടെയും കരഞ്ഞൊരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ഒരുപാട് പിടിച്ചിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് കരഞ്ഞിട്ട് ആരടുത്തും ഇത് പറയാൻ വേണ്ടിയിട്ടൊട്ടും ആഗ്രഹമില്ല. ഞാൻ ആർക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. എസ്പെഷ്യലി ട്രാവലിങ്ങിനിടയിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചെന്റെ ലൈഫിൽ ഞാൻ എന്നെ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ല. ഞാൻ ഹാപ്പി ആയിട്ട് തുടങ്ങിയിട്ട് ഭയങ്കര വലിയ വിഷമത്തോടെയാണ് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. എനിക്ക് ഇത് നോക്കി സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരുപാട് എന്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ തരണം ചെയ്ത് വന്നിട്ടുണ്ട്. ഇതും ഞാൻ ഓവർകം ചെയ്യും. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കാനുള്ള ലൈഫല്ല. ഞാൻ ഒരുപാട് പോരാടിയാണ് ഇവിടെ വരെ. ഈ ദിവസം വരെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കും കഴിഞ്ഞു എന്ന് വിചാരിക്കും. പക്ഷെ അത്ര ഈസി അല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പെണ്ണായിട്ട് ജനിച്ചിട്ട് എസ്പെഷ്യലി ഒറ്റയ്ക്ക് ഭയങ്കര